ഏകദിന ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിക്കരുത് എന്ന് സുരേഷ് റെയ്ന. ഏകദിനത്തിൽ 1-3 ബാറ്റിംഗ് നമ്പറുകളിൽ ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന താരങ്ങൾ നിലവിലില്ല എന്ന് റെയ്ന. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അനുഭവ സമ്പത്ത് മത്സരങ്ങൾക്ക് ഇന്ത്യക്ക് അനുകൂലമാണെന്നും താരം. ഏകദിനത്തിൽ ഗില്ലും സംഘവും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സുരേഷ് റെയ്ന. ധോണി ടീമിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ആലോചിച്ചിരുന്നതായി മുൻ താരം വീരേന്ദർ സെവാഗ്. ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ത്രിരാഷ്ട്ര പരമ്പരയിലെ മോശം ഫോമിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചിന്തയുണ്ടായിരുന്നത് എന്നും സെവാഗ്. സച്ചിൻ ടെണ്ടുൽക്കറുമായുള്ള സംഭാഷണത്തിന് ശേഷമാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നും താരം. ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഏകദിനങ്ങളിൽ ഇനി ഒരിക്കലും ഇന്ത്യക്കായി കളിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്നും സെവാഗ്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസൺ മുന്നോടിയായുള്ള സൗഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസന്റെ KCA സെക്രട്ടറി 11-ഉം സച്ചിൻ ബേബിയുടെ KCA പ്രസിഡന്റ് 11-ഉം തമ്മിൽ ഏറ്റുമുട്ടും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാത്രി 7:30-ക്കാണ് മത്സരം. ജേഴ്സി വിൽപ്പനയിൽ ലിയോണൽ മെസ്സിയെ മറികടന്ന് സൺ ഹ്യൂങ്-മിൻ മേജർ ലീഗിലേക്ക് മാറി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സൺ ഹ്യൂങ്-മിൻ മെസ്സിയെ മറികടന്നത്. മെസ്സിയുടെ ജേഴ്സി ആയിരുന്നു ഇതുവരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. ഈ റെക്കോർഡാണ് സൺ മറികടന്നത്. ഓസ്ട്രേലിയ എക്കെതിരായ വനിതാ ഏകദിന സന്നാഹ പരമ്പര സ്വന്തമാക്കി ഇന്ത്യയെ. 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ വിജയലക്ഷ്യം ഒരു പന്ത് ശേഷിക്കെ ഇന്ത്യ മറികടന്നു. യാസ്തിക ഭാട്ടിയ, രാധ യാദവ്, തനുജ കൻവർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യക്കായി മിന്നു മണി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഞായറാഴ്ചയാണ് പരമ്പരയിലെ അവസാന മത്സരം.